ഇത്തവണത്തെ വിഷുവിനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ കണ്ട കാഴ്ചയാട്ടോ ഇത്. എല്ലായിടത്തും നല്ല കണിക്കൊന്ന നിറയെ പൂത്തു നിൽക്കുന്നത് പോലെ വീട്ടിൽ നല്ല കുടംപുളിയാണ് കാഴ്ച നിൽക്കുന്നത്. ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് അച്ഛൻ നട്ടു വളർത്തിയത്. അത് നമ്മുടെ കയ്യെത്തും ദൂരത്ത് തന്നെ ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. ഞാനൊന്ന് തട്ടിക്കൊടുത്തപ്പോൾ അതിലൊന്ന് താഴെ കൊഴിഞ്ഞു വീണു. ഇതുപോലുള്ള ചെറിയ മുട്ടാണ് ആദ്യം, പിന്നെ ഇതുപോലെ ചെറിയ കുഞ്ഞു പൂവിരിഞ്ഞ് നിറയെ ഇതുപോലെ കായ്ക്കും. പിന്നീടാണ് ഇതുപോലെ കുടംപുളി. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇതുപോലെ കുടംപുളിയെ ഇത്രയും അടുത്ത് നിന്ന് നേരിൽ കാണുന്നത്. പിന്നെ ഇതാണ് ഞങ്ങളുടെ കപ്പ കൃഷി. ഈ ചക്കയൊക്കെ വേണമെങ്കിൽ വേരിലും കായ്ക്കുമെന്ന് പറഞ്ഞ പോലെ ഒരുപാട് ചക്കയും ഉണ്ടായിട്ടുണ്ട്. ചക്കയ്ക്ക് മാത്രം വേരിൽ കായ്ച്ചാൽ പോരല്ലോ, ഇതുപോലെ നല്ല കൊക്കപ്പഴവും ഉണ്ടായിട്ടുണ്ട്. കൊക്കപ്പഴമൊന്നും നല്ല പഴുത്തിട്ടില്ല കേട്ടോ, പക്ഷെ നമ്മൾ മൂത്തത് കണ്ടാൽ എങ്ങനെ പൊട്ടിക്കാതിരിക്കുക. നല്ല വിളഞ്ഞത് നോക്കി എന്നെ ഒന്നങ്ങ് പൊട്ടിച്ചെടുത്ത് ഒരു കല്ലിൽ ഒരൊറ്റ തട്ട് തട്ടിയപ്പോഴേക്കും ദേ ഇങ്ങനെ തുറന്നു വന്നിട്ടുണ്ട്. തുറന്നപ്പോൾ തന്നെ അത്യാവശ്യം മൂത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് കഴിച്ചു നോക്കുമ്പോൾ തന്നെ നല്ല പുളിപ്പും നല്ല മധുരമുണ്ട്. മോൾക്കൊന്ന് കൊടുത്തപ്പോൾ അവൾ തട്ടി മാറ്റി, അതിനൊരു വഴുവഴുപ്പല്ലേ. പിന്നെ നല്ല മൂത്ത മാങ്ങ കിട്ടി ഞങ്ങൾക്ക്. അതിൽ നല്ല ഉപ്പും മുളകും വെളിച്ചെണ്ണയും തിരുമ്മി നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്താണ്ട് കഴിക്കുമ്പോൾ ആഹാ എന്താ ടേസ്റ്റ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.